ഫോർത്ത് മൊഡ്യൂളിൻ്റെ ഏറ്റവും ലാസ്റ്റ് കുറച്ച് ടോപ്പിക്കുകളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് HTML ഡോക്യുമെൻറ്റ്സിനെ പറ്റി ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡലിനെ പറ്റിയിട്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അപ്പം ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാം. HTMLനകത്തുള്ള ഓരോ എലമെൻസിനെയും സെപ്പറേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ ആക്സസ് ചെയ്ത് യൂസ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ HTML ഡോം നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? HTML ഡോം യൂസ് ചെയ്യുന്നത്, ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ HTMLനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഏതൊക്കെ ടാഗുകളാണ്, ഏതൊക്കെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടുണ്ട്, അതിനെ ഓരോന്നിനെയും നമുക്ക് സെപ്പറേറ്റ്ലി ആക്സസ് ചെയ്ത് നമുക്ക് അല്ലെങ്കിൽ അതിനെ സെപ്പറേറ്റ് ആക്സസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ HTML ഡോം യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഡോമിനെ പറ്റിയിട്ടറിയാം. ഒരു HTML ഡോക്യുമെൻറ്റിലുണ്ടെങ്കിൽ ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇങ്ങനെ യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സ്ട്രക്ചറൊന്നും ഇല്ല, ഇതുപോലത്തെ ഒരു സ്ട്രക്ചറൊന്നും അല്ല ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡലിലുള്ളത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ആദ്യം എന്താവും, ഒരു HTMLനകത്ത് ആദ്യം വരുന്ന ഡോക്യുമെൻ്റാണ്. ആ ഡോക്യുമെൻറ്റിൻ്റെ റൂട്ട് എലമെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യും. പിന്നെ അതിനകത്ത് ഹെഡിങ് ഉണ്ടോ, ബോഡി ഉണ്ടോ, ടൈറ്റിൽ ഉണ്ടോ, അതുപോലെ എന്തെങ്കിലും റെഫറൻസ് പറയുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ആട്രിബ്യൂട്ട്സ് വല്ലതും ഉണ്ടോ, ഹെഡിങ് ഏതൊക്കെയാണ്. അപ്പം ടെക്സ്റ്റ് ആണെങ്കിൽ മൈ ലിങ്ക് ആണ് ടെക്സ്റ്റ്, ഹെഡർ മൈ ഹെഡറാണ് കൊടുത്തിരിക്കുന്നത്, ടൈറ്റിൽ മൈ ടൈറ്റിൽ. അപ്പം ഓരോ എലമെൻറ്റിനെയും, ഒരു HTMLനകത്തുള്ള ഓരോ എലമെൻറ്റിനെയും സെപ്പറേറ്റ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്ത് ഇറ്റ് ക്യാൻ ചേഞ്ച് ഓൾ ദി എലമെൻറ്റ് ഇൻ HTML ഇൻ എ പേജ്. അതുപോലെ ജാവാസ്ക്രിപ്റ്റ് ക്യാൻ ചേഞ്ച് ഓൾ ദി HTML ആട്രിബ്യൂട്ട്സ്. എലമെൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ആട്രിബ്യൂട്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ CSS കാസ്കേഡഡ് സ്റ്റൈൽ ഷീറ്റിനകത്തുള്ള സ്റ്റൈൽസിനെ നമുക്ക് മാറ്റാൻ പറ്റും. എക്സിസ്റ്റ് ചെയ്യുന്ന HTML എലമെൻസിനെയും ആട്രിബ്യൂട്ട്സിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പുതിയ എലമെൻസിനെയോ ആട്രിബ്യൂട്ട്സിനോ നമ്മളുടെ HTMLലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ it can react to all existing element in an event page. It can create a new HTML events in a page. പേജിൽ പുതിയ HTML ഇവൻസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യിക്കാനും പറ്റും. അപ്പം ഈ HTMLനകത്തുള്ള ഓരോ പ്രോപ്പർട്ടീസിനെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ഓരോ പ്രോപ്പർട്ടീനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡീഷണൽ ആട്രിബ്യൂട്ട്സിനെ ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ ആക്സസ് ചെയ്യാനോ, അതുപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നതിനെ റിമൂവ് ചെയ്തിട്ട് പുതിയ ഇവൻസിനെ ക്രിയേറ്റ് ചെയ്യാനോ, അങ്ങനെയുള്ള എല്ലാ പ്രൊവിഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡോം വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, HTML DOM can access with JavaScript. In the DOM, all the HTML elements are defined as an object. പിന്നെ അതിനകത്ത് മെയിൻലി രണ്ട് പ്രോപ്പർട്ടിയാണുള്ളത്, പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസുകളാണുള്ളത്. ഒന്ന് പ്രോപ്പർട്ടിയും രണ്ട് മെത്തേഡും. രണ്ട് പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസുകളാണുള്ളത്, പ്രോപ്പർട്ടിയും മെത്തേഡും. പ്രോപ്പർട്ടി എന്താണ്, അതിൻ്റെ വാല്യൂ ദാറ്റ് ക്യാൻ ഗോഡ് ഓർ സെറ്റ്. നമ്മൾ സെറ്റ് ചെയ്യുന്ന വാല്യൂ, HTML എലമെൻറ്റിന് നമ്മൾ സെറ്റ് ചെയ്യുന്ന വാല്യൂവിനെയാണ് അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, എന്ത് ആക്ഷനാണോ നമ്മൾ പെർഫോം ചെയ്യുന്നത്, ഡിലീറ്റിംഗ് ആണോ അല്ലെങ്കിൽ ആഡിങ് ആണോ, അങ്ങനെയുള്ള എന്ത് ഇവൻറ്റ് അല്ലെങ്കിൽ എന്ത് ആക്ഷനാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഡോമിന് മെയിൻലി രണ്ട് പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസുകളാണുള്ളത്, ഒന്ന് പ്രോപ്പർട്ടിയും രണ്ട് മെത്തേഡും. ക്ലിയർ ആയല്ലോ? ഇനി ഒരു എക്സാമ്പിളാണ് നമ്മളുടെ ഡോമിൻ്റെ. ഇത് സിമ്പിൾ നിങ്ങളൊരു ഒരു HTML എക്സാമ്പിളാണ്. ഇതിൽ നിന്ന് എന്തൊക്കെയാണ് കിട്ടുന്നതെന്നാണ്. നോക്ക്, നമ്മളുടെ സ്ക്രിപ്റ്റിനകത്ത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID ഓഫ് ഡെമോ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഡെമോ ഡോട്ട് ഇന്നർ HTML ഡോട്ട് ഹലോ വേൾഡ്. അപ്പം ഏതൊക്കെ പ്രോപ്പർട്ടി നമുക്ക് എടുക്കാൻ പറ്റും, പാരഗ്രാഫ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൽ നിന്ന് ഡെമോ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഡെമോ എന്ന് പറയുന്ന കീവേഡ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ID, ആ IDനെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് IDയിൽ ഇന്നർ HTML വെച്ചിട്ട് നമുക്ക് ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്യിക്കാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പം ഒരു HTMLനകത്ത് പാരഗ്രാഫ് ഉണ്ടോ, ആ പാരഗ്രാഫിനകത്തുള്ള IDനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിന് നമ്മൾ ഇന്നർ HTML കൊടുത്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാനായിട്ട് പറ്റും. അപ്പം അതുപോലുള്ള ജാവാസ്ക്രിപ്റ്റിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്, ദെൻ യൂസിങ് ഇവൻറ്റ്. HTML DOM allow you to execute code when an event occur. ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യുമ്പോൾ നമ്മളുടെ കോഡ് എക്സിക്യൂട്ട് ചെയ്യണം. അതായത് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പേജിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മളുടെ മൗസ് പോയിൻ്റ് ഒരു പേജിൽ നിന്ന് വേറൊരു പേജിലോട്ടുള്ള ക്ലിക്കിംഗ് ഇവൻറ്റോ. അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യുമ്പോൾ നമ്മളുടെ ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ ആ കറസ്പോണ്ടിങ് HTML, ഇപ്പം ഓൺ ക്ലിക്ക് ഇവൻറ്റ്, അതായത് നമ്മളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് കാണാം, നമ്മൾ അതിൻ്റെ കളറ് ബ്ലൂ ആയി കാണും. അപ്പോൾ നമ്മൾ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്തിലോട്ട് പോകണം, ഈ ഡോം എന്തിലോട്ട് പോകും, അതിൻ്റെ കറസ്പോണ്ടിങ് HTML പേജിലോട്ട് പോയിട്ട് അതിനകത്തുള്ള പ്രോപ്പർട്ടി എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എവിടെ കാണിക്കും, ഈ ബട്ടൺ ക്ലിക്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡോം യൂസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇവൻറ്റ്സിൽ ഏതെങ്കിലും ഒരു ഇവൻറ്റ് ഒക്കെ ചെയ്യുമ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡോമിനെ കോൾ ചെയ്യും. ആ കറസ്പോണ്ടിങ് ഡോം അതിൻ്റെ HTML പേജിൽ പോയിട്ട് അതിൻ്റെ ഇൻഫോർമേഷൻസ് എല്ലാം ഗ്യാദർ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ക്ലിയർ ആയോ? ഇതിനകത്ത് അനിമേഷൻ എക്സാമ്പിൾസ് ഉണ്ട്. W3 സ്കൂൾസിൽ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ജാവാ സ്ക്രിപ്റ്റിൻ്റെ ഡോം എക്സാമ്പിൾസ് എക്സസൈസ് എന്നും പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഞാൻ നേരത്തെ വീഡിയോസിലെല്ലാം എക്സാമ്പിൾസ് കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ദെൻ ഈ 4th മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ജേക്വറി. ഓക്കെ, ജേക്വറിയിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒന്നും പഠിക്കാനില്ല. ജസ്റ്റ് ജേക്വറിയുടെ ഇൻട്രൊഡക്ഷൻ, എന്തിനാണ് ജേക്വറി യൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പം ജേക്വറി എന്തിനാണെന്ന് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ജാവാ സ്ക്രിപ്റ്റ് പ്രോഗ്രാമിംഗ് ഇവൻറ്റ്സ് ലാംഗ്വേജിലെ ആ ഒരു ജാവാ സ്ക്രിപ്റ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ജേക്വറി യൂസ് ചെയ്യുന്നത്. ഈ ജേക്വറി എന്ന് പറയുന്നത് ലൈറ്റ് വെയ്റ്റും റൈറ്റ് ലെസ് ആൻഡ് ഡൂ മോർ. ഇത് കുറച്ച് എഴുതിയാൽ മതി, കുറേ കാര്യങ്ങൾ നമുക്ക് ആ ഒരു ചെറിയ കോഡിൽ നിന്നും എക്സിക്യൂഷൻ പെർഫോം ചെയ്യിക്കാനായിട്ട് പറ്റും. ഇതെന്ന് പറഞ്ഞാൽ എന്താണിത്, ജാവാ സ്ക്രിപ്റ്റിൻ്റെ ഒരു ലൈബ്രറിയാണ് യഥാർത്ഥത്തിൽ ജേക്വറി എന്ന് പറയുന്നത്. ജാവാ സ്ക്രിപ്റ്റിൻ്റെ ഒരു ലൈബ്രറിയാണ് യഥാർത്ഥത്തിൽ ജേക്വറി എന്ന് പറയുന്നത്. അപ്പോൾ ജേക്വറിയിലെ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജേക്വറിയിലെ കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ആൻഡ് ഡൂ മോർ, അതായത് ലെസ് കോഡും ഡൂ മോറും. ഓക്കെ, അപ്പം കുറച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ആ ഒരു ചെറിയ പ്രോഗ്രാമിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, jQuery make it much easier to use JavaScript on your website. jQuery യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ JavaScript പ്രോഗ്രാം നമ്മളുടെ വെബ്സൈറ്റിൽ ഈസിയർ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റും. യഥാർത്ഥത്തിൽ അപ്പോൾ എന്തായാലും ജാവാസ്ക്രിപ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ലൈബ്രറിയാണ് jQuery എന്ന് പറയുന്നത്. jQueryയും കൂടെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ജാവാസ്ക്രിപ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ വെബ്സൈറ്റിൽ കുറച്ചും കൂടെ ഈസിയർ ആയിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ലോട്ട് ഓഫ് കോമൺ ടാസ്കുകൾ ഇത് ചെയ്യും. അതിനെല്ലാം നമ്മൾ അക്കംപ്ലിഷ് ചെയ്ത് റാപ്പ് ചെയ്ത് ഒരു സിംഗിൾ കോഡാക്കി വെച്ചിട്ട് ഈ സിംഗിൾ കോഡ് അതായത് ജേക്വറിയിൽ നമ്മൾ ഒരു സിംഗിൾ കോഡാക്കി വെച്ച് കഴിഞ്ഞാൽ ആ സിംഗിൾ കോഡിനെ കോൾ ചെയ്താൽ ഇത് എന്ത് ചെയ്യും, ജാവാസ്ക്രിപ്റ്റിൽ ഒത്തിരി ഇവൻറ്റ്സുകൾ അല്ലെങ്കിൽ ഒത്തിരി വർക്ക് നമുക്ക് അതിനകത്ത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ജാവാസ്ക്രിപ്റ്റിനകത്തുള്ള jQueryയിൽ വരുന്ന ലൈബ്രറീസ് ആണ് HTML ഓർ DOM മാനിപ്പുലേഷൻ, CSS മാനിപ്പുലേഷൻ, HTML ഇവൻറ്റ് മെത്തേഡ്സ്, എഫക്ട്സ് ആൻഡ് അനിമേഷൻസ്, ജാക്സ്, ദെൻ യൂട്ടിലിറ്റീസ്. ഓക്കെ, അജാക്സ് ദെൻ യൂട്ടിലിറ്റീസ്. അപ്പം ഇത്രയാണ് jQueryയിൽ വരുന്ന ലൈബ്രറി. jQueryക്ക് അകത്ത് തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, jQuery ലൈബ്രറിക്ക് അകത്ത് തന്നെ HTML ഡോമിൻ്റെ മാനിപ്പുലേഷൻസ് ചെയ്യാൻ പറ്റും, നമുക്ക് CSS മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, HTML ഇവൻറ്റ്സിനെയും മെത്തേഡ്സിനെയും എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവൻ്റെ അനിമേഷൻസ്, അജാക്സ്, ദെൻ യൂട്ടിലിറ്റീസ്, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്, jQuery ലൈബ്രറീസിൽ വരുന്നതാണ്. ഓക്കെ, ഇനി jQueryയുടെ ഒരു ഇതാണ് jQuery സ്ക്രിപ്റ്റ് എഴുതുന്നത് നമ്മൾ ഇതായിരിക്കും, SRC jQuery, അതിൻ്റെ വേർഷൻ, അതിൻ്റെ സ്ക്രിപ്റ്റ് ക്ലോസിംഗ് ടാഗ്, അതായിരിക്കും jQueryയുടെ. ഓക്കെ, jQuery നമ്മളുടെ അതായത് ജാവാ സ്ക്രിപ്റ്റിൽ നമ്മൾ റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മളുടെ jQueryയും കൂടെ നമ്മളുടെ ജാവാ സ്ക്രിപ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡയറക്റ്റായിട്ട് വെബ്സൈറ്റിൽ നിന്ന് jQueryനെ ഡൗൺലോഡ് ചെയ്തെടുക്കണം. അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് jQuery.com എന്ന് പറയുന്ന നമ്മൾ വെബ്സൈറ്റ് യൂസ് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതിന് CDN വെച്ചിട്ടും ഗൂഗിളിൽ നിന്ന് CDN വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, jQueryനെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമ്മളുടെ ജാവാസ്ക്രിപ്റ്റിൽ jQueryനെ ഇൻക്ലൂഡ് ചെയ്യിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ jQuery 4th മൊഡ്യൂളിൽ. ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് 4th മൊഡ്യൂൾ. അപ്പോൾ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.